വെൽക്കം ടു മിന്നൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഉപ്പിലിട്ടല്ല, നെല്ലിക്കയുടെ മരം, വലിയൊരു മരം. അതാണ് ഈ മരം. ഇത് നല്ല ഔഷധമുള്ള മരമാണ്. ഈ നെല്ലിക്ക കുറച്ച് പുളിയായിരിക്കും. നമ്മൾ ഒരു കവിത കേട്ടില്ലേ, ആദ്യം പുളിക്കും പിന്നെ മധുരിക്കും. അതേപോലെയാണ് ഇത്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഞാനും കുറേ പ്രാവശ്യം വീട്ടിൽ പറിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഉണ്ട്, എന്നാലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് അത് നോക്കാം. നല്ല രസമാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പം ഞാൻ നിങ്ങളെ നെല്ലിക്ക കാണിച്ചു തരാം. നല്ല കുഞ്ഞ നെല്ലിക്കയാണ്. ഇത് വലുതാവുമ്പോൾ നല്ല വലുതാവും. കണ്ടോ, ഇതേപോലെ കുറേ മുകളിലൊക്കെ തൂങ്ങി കിടക്കണുണ്ടോ. ഒരെണ്ണം ഞാൻ പറിക്കാം. ഒരെണ്ണല്ല, ഞാൻ രണ്ടെണ്ണം പറിച്ചു. അവിടെ ഒന്നും പറിക്കാം. അയ്യോ, ഒരു കൊമ്പോടെ പറിച്ചു. നമ്മള് 3 എണ്ണം കൂടെ എടുത്ത്, ഒരെണ്ണത്തിന്ന് 2 എണ്ണം, പിന്നെ ബാക്കി 3 എണ്ണം, അങ്ങനെ നമ്മൾ 5 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചേച്ചി കയറി ഇതിൻ്റെ മുകളിലൊക്കെ സെർച്ച് ചെയ്ത് ഏതാണ് നല്ലതെന്നൊക്കെ നോക്കി പറിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ചേച്ചി കയറട്ടെ. ഇതിനകത്ത് ഉറുമ്പുണ്ട്, കെട്ടുറുമ്പ്. അപ്പൊ എന്റെ ചേച്ചി മോള് കേറി, എങ്ങനെയൊക്കെയോ കേറിട്ടോ. പിന്നെന്തേ, ഒരു നെല്ലിക്ക ഞാൻ കഴുകിയെടുത്തു. എവിടെയാ? എന്റെ തലയിലേക്ക് വീഴ്ത്താനല്ല പറഞ്ഞ വീണ. ഇപ്പൊ ഞാൻ കടിച്ചു കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് തന്നെ. ആദ്യം എനിക്ക് കടിച്ചപ്പോ കഴിച്ചു, പിന്നെ ഇപ്പൊ മധുരിക്കാണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു നോക്കട്ടെ. അപ്പൊ നമ്മള് മുന്തിരിയുടെ കൊലകൾ പറിച്ചെടുക്കുക, അല്ല മുന്തിരിയല്ലല്ലോ, നമ്മുടെ നെല്ലിക്കയുടെ കുരുകൾ പറിച്ചെടുക്കുകയാണ്. ഇതേ കുറേ ഉണ്ട്, കുഞ്ഞതുണ്ട് വലുതുണ്ട്. ചിലതൊക്കെ റെഡ് കളറും ആയിട്ടുണ്ട്. എന്തോരം കൂടുതലാണ്. നല്ല ഔഷധ ഗുണമാണിത്. ചിലവരിത് കഴിച്ചിട്ട് ആദ്യം ഇങ്ങനെ കടിക്കും, അപ്പൊ ഭയങ്കര കയ്പായിട്ട് തുപ്പിക്കളയും. അങ്ങനെ പാടില്ല. നമ്മൾ കടിച്ചാൽ അത് മുഴുവൻ കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് മധുരിക്കും. അത് കാരണം അത് കഴിക്കണം. വിറ്റാമിൻ സി. അതെ, ചിലതൊക്കെ വന്നേ ഉള്ളൂ. അതെ, വന്നാണോ എന്തിനാന്നറിയില്ല. ഉറുമ്പൂട് കൂട്ടിയേക്കണാണോ അത് വന്നതാണോ ഞങ്ങൾക്കറിയില്ല. ഇതേ വേറെ കുറെ. അയ്യോ, ഇത് ഭയങ്കരമായിട്ട് വലുതായിരുന്നെങ്കിൽ നമുക്ക് നെല്ലിക്ക ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോവായിരുന്നു. നെല്ലിക്ക ഉപ്പിലിടാൻ. ഈ നെല്ലിക്ക ഉണ്ടോ, ഈ നെല്ലിക്ക കഴിക്കണത് നല്ലതാണ്. കൊറോണ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഞങ്ങള് നെല്ലിക്ക പറിക്കാൻ കയറിയപ്പോ അതിന്റെ തൊട്ട് താഴെ വേറൊരു സാധനം, ചെത്തിയുടെ പഴം. നല്ലതാണ്, ചുമന്ന, നല്ല തുടുത്തിരിക്കണ കണ്ടോ, നല്ല സ്ട്രോബെറിയുടെ കളർ പോലെ നല്ല ചുമന്ന്. അപ്പൊ അതെ, നെല്ലിക്കകളൊക്കെ നമ്മൾ കുറേ പറിച്ചു. കുറേയൊക്കെ താഴെയും പോയി, കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു കൊടുത്തു. ഇനിയും ഉണ്ടാവും കുറെ. ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിക്കും.
അപ്പം ഇത് നിങ്ങളും കഴിക്കുക. നിങ്ങളും നല്ലോണം കുറേയൊക്കെ നെല്ലിക്കയുടെ കടകളിൽ പോയി വാങ്ങാം. പക്ഷെ കടകളിൽ നിന്നൊക്കെ വാങ്ങിയാലും നല്ലോണം കഴുകണം. വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതേ ഞങ്ങൾ കുറേ നെല്ലിക്കയൊക്കെ പറിച്ചു. ഇനി ഇതൊക്കെ കഴുകി കഴിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. If you like this video, please subscribe, like and share. Okay? See you next video. Bye.